നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ചാൽ സാമ്പത്തികം നിൽക്കാത്തതിൻ്റെ കാരണം ആണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. സാമ്പത്തികം നിൽക്കാത്തതിൻ്റെ കാരണം ഫെങ്ഷുയിൽ പറയുന്നത് സൗത്ത് വെസ്റ്റ് ഓപ്പണായി കിടന്നാൽ എത്ര പൈസ വന്നാലും കയ്യിൽ നിൽക്കില്ല, അത് ചിലവായി പോകുന്നൊരവസ്ഥ വരും എന്നുള്ളതാണ് ഫെങ്ഷുയിൽ പറയുന്നത്. അപ്പോൾ സൗത്ത് വെസ്റ്റിൽ കയറ്റി വരാൻ പാടില്ല, സൗത്ത് വെസ്റ്റ് മെയിൻ ഡോറ് അല്ലെങ്കിൽ ഒരു ഡോർ വരാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാമ്പത്തികം നമ്മുടെ കയ്യിൽ നിൽക്കില്ല എന്നുള്ളത് ഫെങ്ഷുയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫെങ്ഷുയി പ്രകാരം സമ്പത്തിൻ്റെ ദിക്കെന്ന് പറയുന്നത് തെക്ക് കിഴക്ക് ഭാഗമാണ്. അപ്പോൾ ഇവിടെ സെപ്റ്റി ടാങ്ക്, വേസ്റ്റ് വാട്ടർ ടാങ്ക്, ടോയ്ലറ്റ് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തികം നിൽക്കുന്നില്ല എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ലിവിങ് റൂമിൻ്റെ സൗത്ത് ഈസ്റ്റിൽ തെക്ക് കിഴക്ക് ലക്കി ബാമ്പു, പിന്നെ അതുപോലെ തന്നെ വെൽത്ത് ശമ്പാല, നല്ലൊരു പവർഫുൾ ടൂളാണ് കൗ ആൻഡ് ചൈൽഡ് എന്ന് പറയുന്ന ടൂള്. ഇത് നമുക്ക് വെച്ച് ഇതിനെ എൻഹാൻസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഈ സാമ്പത്തിക ചിലവുണ്ടെങ്കിൽ അതിനെ ഒരു പരിധി വരെ ഓവർകം ചെയ്യാനായിട്ട് ഈ ടൂളുകളെല്ലാം നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അത് ഒന്നെന്ന് പറഞ്ഞാലും 3 legged ഫ്രോഗ്. ഒരു ഫ്രോഗ് വാങ്ങി മെയിൻ ഡോറിൽ നിന്ന് ഉള്ളിലേക്ക് നോക്കി നമുക്ക് വെക്കാവുന്നതാണ്. അതുപോലെ സിട്രിൻ്റെ സ്റ്റോണും സിട്രിൻ്റെ ബ്രേസ്ലെറ്റ്, സിട്രിൻ്റെ മാല, ചൈനീസ് കോയിൻ, ഇൻഗോട്ട്, ഇതെല്ലാം വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം വാങ്ങി നമുക്ക് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിട്രിൻ്റെ സ്റ്റോൺ നല്ല രീതിയിൽ മണി അട്രാക്റ്റ് ചെയ്യുന്ന സാധനമാണ് സിട്രിൻ്റെ സ്റ്റോൺ. അപ്പോൾ ഇതെല്ലാം നമുക്ക് വാങ്ങി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മണി ഫ്ലോ ഉണ്ടാവുന്നതും ആ വരുന്ന സമ്പത്ത് നമ്മുടെ കയ്യിൽ നിൽക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഫെങ്ഷുയിൽ വിശ്വസിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇത് വാങ്ങി ഉപയോഗിച്ച് നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ്. താങ്ക് യു.